ജാസ്മിൻ ഗബ്രി സൗഹൃദമെന്നോ അതിന് പ്രണയമെന്നോ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോഴും അതിന് ഉത്തരം കിട്ടാത്തൊരു കാര്യം. അവർ തമ്മിലുള്ള ആ ബന്ധം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അത്രയും മോശമായി ചിത്രീകരിക്കപ്പെട്ട ഒരു ബന്ധവുമായിരുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുണ്ടായിരുന്നത്. ഇന്ന് ജാസ്മിൻ നന്ദനയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഗബ്രിയുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം, താല്പര്യം, അല്ലെങ്കിൽ ഞാൻ ഗബ്രിയുടെ അടുത്ത് കാണിച്ചിരുന്ന കാര്യങ്ങൾ, അതൊന്നും എനിക്ക് മറ്റാരുടെ അടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല. അത്രയും ഒരു ക്ലോസ് ആയിരുന്നു ഞാനും ഗബ്രിയും തമ്മിൽ. പിന്നെ ഈ വീട്ടിലുള്ള ഒരൊറ്റ ബോയ്സിൻ്റെ അടുത്തും ഞാൻ അങ്ങനെ പെരുമാറാറില്ല. എനിക്കങ്ങനെ കഴിയില്ല. ഗബ്രിയുടെ അടുത്ത് കാണിച്ച പോലെ എനിക്കിവിടെ ആരുടെ അടുത്ത് കാണിക്കാനായിട്ട് കഴിയില്ല. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു അല്പമെങ്കിലും ഞാൻ അങ്ങനെ കാണിക്കുന്നത് അർജുൻ്റെ അടുത്താണ് എന്ന് പറയുന്നുണ്ട്. അത് ഗബ്രിയുടെ അടുത്ത് കാണിക്കുന്നതിൻ്റെ 1/4 അംശം പോലും ഞാൻ കാണിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും കുറച്ചെങ്കിലും ഒരു ഇതുള്ളത് അവിടെ അർജുൻ്റെ അടുത്താണ് എന്നാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നത്. നന്ദനയുടെ അടുത്താണ് ഇരുന്ന് പറയുന്നത്. സത്യത്തിൽ ഇതെല്ലാം പ്രേക്ഷകർ കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവമേ, അർജുൻ പെട്ടോ എന്നൊരു സ്ഥിതിയിലാണ് ഇപ്പൊ പ്രേക്ഷകർ ഇരിക്കുന്നത്. എന്തായാലും പുറത്തൊരു കാമുകനുണ്ടായിട്ടാണ് അവിടേക്ക് ഗബ്രിയുമായിട്ട് കൂട്ടായത് വീട്ടിൽ വന്നിട്ട്. ഇപ്പൊ ഗബ്രി പുറത്തു പോയതിന് ശേഷം ഇനി അർജുനുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജാസ്മിൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജാസ്മിൻ ഉണ്ടാവുന്ന നെഗറ്റീവ് വളരെ വലുതായിരിക്കും. വളരെ വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. അവിടെ അർജുന് നെഗറ്റീവ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അതിലപ്പുറം നെഗറ്റീവ് ഉണ്ടാവാൻ പോകുന്നത് ജാസ്മിനെ തന്നെയായിരിക്കും. ഒരാളെ കഴിയുമ്പോൾ ഒരാളെ കഴിയുമ്പോൾ ഒരാൾ എന്നുള്ള നിലയിൽ. എന്തായാലും ഈ കുഴിയിൽ അർജുൻ വീഴില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അർജുൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്, അവിടെ ഡാൻസ് ഒക്കെ ഒരുമിച്ച് ചെയ്യാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് ജാസ്മിൻ്റെ ഈ ഒരു ഗെയിമിനെ അർജുൻ നിന്നു കൊടുക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്ങാനും അങ്ങനെ ഒരു കോംബോ സൃഷ്ടിക്കാൻ ജാസ്മിൻ അവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ജാസ്മിനെ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇനി ജാസ്മിൻ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഏക മാർഗം എന്നുള്ളത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഫൈനലിൽ എത്തും എന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ വീണ്ടും ഒരു കോംബോ സൃഷ്ടിക്കാൻ ഗബ്രി പോയതിനു ശേഷം അടുത്ത കോംബോയ്ക്ക് വേണ്ടിയിട്ട് അർജുനെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തുന്നതെങ്കിൽ ജാസ്മിനെ അതിനു മുമ്പ്, ഫൈനലിന് മുമ്പ് തന്നെ വീട്ടിൽ പോകാനായിട്ട് പെട്ടി തയ്യാറാക്കിക്കോ എന്നായിരിക്കും ഞാൻ പറയുക.